നമസ്കാരം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈന്യ ശക്തിയായി മാറാനുള്ള ശ്രമത്തിലാണ് ചൈന എപ്പോഴും. ഇപ്പോഴും ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് ലോകരാഷ്ട്രത്തോടും കിടപിടിക്കാൻ സംവിധാനങ്ങളുള്ള ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും മറ്റെല്ലാവിധ സജ്ജീകരണങ്ങളുമുണ്ട്. മാത്രമല്ല ചാരപ്പണിയുടെ കാര്യത്തിലുമൊക്കെ തന്നെ മറ്റേത് രാജ്യത്തെക്കാളും അവർ മുന്നിലുമാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത വളരെ വിചിത്രവും രസകരവുമാണ്. ചൈന ഒരു ബഹിരാകാശ വാഹനം തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മൾ സ്റ്റാർ വാർസ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സ്റ്റാർ വാർ നടത്താൻ തക്ക ശേഷിയുള്ള ഒരു ബഹിരാകാശ വാഹനം തയ്യാറാക്കാൻ പോവുകയാണ് ചൈന എന്നാണ്. ഇത് പെട്ടെന്ന് സാധിക്കില്ല. ഏതാണ്ട് 20 മുതൽ 30 വർഷം വരെ ഇതിന് സമയമെടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ വലിയ ഒരു ബഹിരാകാശ വാഹനത്തിൽ 100ഓളം യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയും. അതുപോലെ ആയുധങ്ങൾ നിറയ്ക്കാൻ കഴിയും. അങ്ങനെ ഇത് ബഹിരാകാശത്ത് നിന്നുകൊണ്ട് ഭൂമിയുടെ ഏത് കോണിലേക്കും ആക്രമണം നടത്താൻ ഈ ബഹിരാകാശ വാഹനം ഉപയോഗിച്ച് ചൈനയ്ക്ക് സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. ലുവാനിയാവോ എന്നാണ് ചൈനക്കാർ ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ മറ്റു പലരും പറയുന്നതാകട്ടെ ഇത് വെറും തള്ളു മാത്രമാണ് എന്നാണ്. ചൈന സ്ഥിരമായി സ്വന്തം നാട്ടുകാരെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള നിരവധി കള്ളങ്ങൾ തട്ടിവിടാറുണ്ട്. അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് ഈ ലുവാനിയാവോ എന്ന് പറയുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ പടക്കപ്പലായി, അതിൽ ബഹിരാകാശ പടക്കപ്പലായി മാറാൻ സാധ്യതയുള്ള ഈ ബഹിരാകാശ വാഹനമെന്നാണ് അവർ കളിയാക്കുന്നത്. മാത്രമല്ല ഇതിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട് എന്നാണ് ഗവേഷകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമായും ഇതിനെങ്ങനെ മുകളിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം അസാമാന്യമായ ഭാരമുള്ള ഒന്നാണ് ഇവരുടെ സങ്കല്പത്തിലെ ഈ ലുവാനിയോ. ഇത്രയും വിമാനങ്ങളെയൊക്കെ വഹിച്ചുകൊണ്ട് ഇത്രയും മറ്റ് ആയുധങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതിന് പറന്നു വരാൻ സാധിക്കുക എന്നുള്ളത് സ്വാഭാവികമായൊരു ചോദ്യമുണ്ട്. ഇതിന് മുകളിലേക്ക് വിടാനായി റോക്കറ്റുകൾ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? മാത്രം ഇതിന് ബഹിരാകാശത്ത് ഉറപ്പിക്കുകയാണെങ്കിൽ അത് എത്ര കാലം അവിടെ നിലനിൽക്കും? മിക്കവാറും നശിച്ചു പോകാൻ തന്നെയാണ് സാധ്യത എന്നൊക്കെയാണ് ഇപ്പോൾ ഗവേഷകർ കണക്ക് കൂട്ടുന്നത്. എന്നാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. അവർ പറയുന്നത് തങ്ങളുടെ ഈ പദ്ധതി വലിയൊരു വിജയമായി മാറുമെന്നും ബഹിരാകാശത്ത് നിന്നുകൊണ്ട് ഭൂമിയെ നിയന്ത്രിക്കാനുള്ള തങ്ങളുടെ സർവ്വശ്രമങ്ങൾക്കും വലിയ തോതിലുള്ള വിജയമുണ്ടാകും എന്നും തന്നെയാണ്. ഏതാണ്ട് 10 വർഷം മുമ്പാണ് ചൈന ഇത്തരത്തിലുള്ള ഒരു പദ്ധതി വിഭാവനം ചെയ്തത്. പക്ഷേ അന്ന് പലരും ഇത് വെറും സയൻസ് ഫിക്ഷനാണ്, നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ചൈനക്കാരാകട്ടെ എല്ലാ കാര്യത്തിലും അവർ കഠിനാധ്വാനികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആരോപണങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെയും ഈ തങ്ങളുടെ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. ശരിക്കും ഇതൊരു യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കുക. ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ നിയന്ത്രണം അവരുടെ കൈകളിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം ബഹിരാകാശത്ത് നിന്നുകൊണ്ട് ലോകത്തിൻ്റെ ഏത് കോണിലേക്കും മിസൈൽ അയക്കാനും യുദ്ധവിമാനങ്ങൾ അയക്കാനും ഒക്കെ തന്നെ അവർക്ക് കഴിയും. മാത്രമല്ല സ്റ്റെൽത്ത് വിമാനങ്ങളാണ് ഇവർ ഈ ബഹിരാകാശ പേടകത്തിനുള്ളിൽ ഉപയോഗിക്കാൻ പോകുന്നത്, സൂക്ഷിക്കാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വളരെ അതീവ രഹസ്യമായി ഇവയ്ക്ക് പാഞ്ഞെത്തി ഭൂമിയിൽ പല സ്ഥലങ്ങളിലും ആക്രമണം നടത്താൻ കഴിയും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയിലും ബഹിരാകാശത്തുമൊക്കെ ചൈനയുടെ ആധിപത്യം വരുന്നു എന്നുള്ളൊരവസ്ഥ ഉണ്ടാകും. പക്ഷേ അമേരിക്ക പോലെയുള്ള ബഹിരാകാശ മേഖലയിൽ വളരെയേറെ നേട്ടങ്ങൾ കൈവരിച്ച, മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലേക്കൊക്കെ അയച്ച രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലും അവർ ഇത്തരത്തിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ചൈനയ്ക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പുതിയ ഒരു സംവിധാനം അവർ കൊണ്ടുവരുന്നത്, അതിനുള്ള കഴിവ് അവർ കൊണ്ടുവന്ന് ചോദിച്ചാൽ സംവിധാനങ്ങളൊക്കെ അവർക്കുണ്ട്. പക്ഷേ ഇത് യാഥാർത്ഥ്യമാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനെങ്ങനെയാണ് ഇതിനെ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുപോവുക? സാധാരണ ഒരു വിമാനം അല്ലെങ്കിൽ ഒരു ബഹിരാകാശ പേടകമോ ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെ അല്ല. ഇത്രയും ഭാരമുള്ള അസാമാന്യ വലിപ്പമുള്ള ഒരു യുദ്ധക്കപ്പലിനോട് സമാനമായ ഒരു ബഹിരാകാശ പേടകം എങ്ങനെയാണ് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ചോദ്യം അപ്പോഴോട് അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒന്നുമില്ല എന്ന തിയറി വിശ്വസിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം ഒരു പരിഹാരം കണ്ടെത്തും എന്നാണ് കരുതപ്പെടുന്നത്. ഇനി ഏതായാലും പദ്ധതി പൂർത്തിയാക്കാൻ 20 മുതൽ 30 വരെ വർഷം ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോസിറ്റീവായ ഘടകം. അതുകൊണ്ട് തന്നെ ചൈനക്കാർ ഒരു പക്ഷേ ഇത് യാഥാർത്ഥ്യമാക്കാൻ തന്നെ ശ്രമിക്കും. പക്ഷേ അമേരിക്ക പോലെയുള്ള അല്ലെങ്കിൽ റഷ്യ പോലെയുള്ള ബഹിരാകാശ മേഖലയിൽ കുത്തക ഉറപ്പിച്ചിട്ടുള്ള മറ്റു രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.